Hey guys, welcome back to our YouTube channel. നമ്മളിപ്പോ നമ്മുടെ ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഇന്ന് എവിടെയോ പുറത്താണെന്ന് അല്ലേ? നമ്മള് മേമയുടെ അവിടെ വന്നിരിക്കണം. മേമ കുറെ ദിവസമായി നമ്മൾ രണ്ടുപേരെയും വീട്ടിക്ക് വായിട്ട് കുറെ ആയി വിളിക്കുന്നു. ഇന്ന് മേമന്റെ അവിടെ ഒരു പൂജയാണ്, ഈ കോഴി ആടുമുറിക്കൽ. കറക്റ്റ് ആയിട്ട് നമുക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ കോഴി ഇറക്കേണ്ട ആട്. പാലക്കാടിലൊക്കെ കുറച്ച് നല്ല ഫേമസ് ആയിട്ടുള്ള. നമ്മുടെ അവിടെ പൊങ്കലിനെ മുറിക്കാറ്. ഇവിടെ ഇപ്പൊ പൊങ്കലാണോ എന്താ പരിപാടി എന്നൊന്നും നമുക്കറിയില്ല. നമ്മളെ വിളിച്ചത് നമ്മളിങ്ങോട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് മേമ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പാലക്കാട് നിന്ന് പറഞ്ഞത്, പക്ഷെ ആക്ച്വലി നമ്മളിപ്പോ അതിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. തൊട്ടടുത്തുള്ള പുഴയാണ് ഈ കാണുന്നത്. ഇപ്പൊ ഇവിടെ ലൂസ് പറഞ്ഞു ഇവിടെ നിറയെ വെള്ളമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് ഇത്തിരി കുറവാ തോന്നുന്നു അല്ലെ? നമ്മുടെ മഴ പെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ കുറച്ച് കുറവാണ് വെള്ളം. അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. പിന്നെ രണ്ട് പിള്ളേർ ഈ മീനൊക്കെ കുറെ നേരം പിടിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് മേലേക്ക് ഇവിടെ കയറ്റമാണ്. ഇനി ഫുള്ള് കയറ്റമാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് വരുന്ന ടൈമില് ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഓൾഡ് ഏജ് ഹോം. അവിടെ വന്നിട്ട് കുറേ അമ്മൂമ്മമാരൊക്കെ ഇങ്ങനെ പുറത്തിരുന്ന് നമ്മൾ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊക്കെ കണ്ടപ്പോ അല്ലേ ഒരു എന്താ പറഞ്ഞാൽ മനസ്സിന് എന്തോമാതിരി തോന്നി. കാരണം ഇത്രയും മക്കളെ ഉറപ്പായിട്ടുണ്ടാവല്ലോ, അവരൊക്കെ വളർത്തി വലുതാക്കി വയസ്സാം കാലത്ത് അവർക്ക് കുറച്ച് സ്നേഹം എന്തൊക്കെ കൊടുക്കണ്ട. അവിടെ അനാഥാലയത്ത് ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോണ അവസ്ഥയൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര സങ്കടമാണ്. അവര് ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു. ആരെയോ കാത്തിരിക്കണം ഇങ്ങോട്ട് വരുമ്പോ അവരിങ്ങനെ പുറത്തിരുന്ന് എല്ലാരും ആ ഒരു ചിരിയും കളിയോട് സംസാരിച്ചിരിക്കുന്നു. ശരിക്കും അവർക്ക് എത്രത്തോളം ആ മക്കളിലേക്ക് ഒരു ഒത്തിരി സ്നേഹമെങ്കിലും അവര് പ്രതീക്ഷിക്കുന്നുണ്ടാവും. പൈസയും ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് സ്നേഹം, അവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം, ഇതൊക്കെ തന്നെ അവർക്ക് വലിയ കാര്യമായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ അപ്പളേ പറഞ്ഞ ആ ഒരു ഓൾഡ് ഏജ് ഹോം. ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു വാൻ ഉണ്ട്. അതിന്റെ പേരെന്താ വെച്ചാൽ അമ്മയെ നന്മ എന്നാണ്. അത് കണ്ടപ്പോൾ അടിപൊളിയായി തോന്നി. നല്ല സൂപ്പർ. ഈ സൈഡ് നിൽക്കുന്ന ഒരു വാനിന്റെ പേരാണ് അമ്മയെ നന്മ. ഇവിടെ ഒരുപാട് അമ്മമാരും അതിന്റെ അടുത്തുണ്ട്. ലൂസ് പറഞ്ഞ അമ്മയാണ് നന്മ എന്നാണ് ലൂസ് ഉദ്ദേശിച്ചത്. പക്ഷെ അവള് പറഞ്ഞത് വേറെ എന്താണ്. ഇനിയിപ്പൊ നേരെ നമ്മളെ മേമയുടെ അവിടെ പോവാണ്. ഇവിടെ ഒരു കയറ്റാണ്. അതെ. കൊള്ളാലി ഈ സ്ഥലത്ത് ഞാൻ ലൂസിനെ ഞാനും ഒറ്റവട്ടം വന്നിട്ടുള്ളൂ. അപ്പൊക്ക് ഞാൻ ലൂസിനെ കൊണ്ടുവന്നു. നല്ല സ്നേഹം. ഇപ്പൊ അങ്ങനെയൊക്കെ പറയാലോ. ഇനി എന്തായാലും നമുക്ക് അവിടെ വീട്ടിൽ പോവാം. എന്തായാലും സർപ്രൈസ് ഒന്നും ആവില്ല, എന്നാലും നോക്കാം. സന്തോഷമായിരിക്കും. അതെ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മള് മേമന്റെ വീട്ടിലെത്തിക്കാം. ഹായ് പറ മേമേ. ഹായ്. സന്തോഷമായി ഞങ്ങൾ വന്നിട്ട്. ഇവിടുത്തെ പരിപാടി എന്തായിരുന്നു? ഇതാണ് എന്റെ മേമ. ഇപ്പൊ ഇവിടുത്തെ പരിപാടി നമ്മൾ വന്നപ്പോ തന്നെ ആട് മുറിക്കലൊക്കെ കഴിഞ്ഞു എന്നാ പറഞ്ഞു. ഇനി കോഴി മുറിക്കലുണ്ടാ? അതും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മള് അത് നമുക്ക് കാണാം. കറക്റ്റ് കഴിക്കേണ്ട. അതെ, നമ്മള് കുറച്ച് വൈകി എത്തേ. ഓക്കെ, നമ്മളിപ്പോ കസിൻസ് ആയിട്ട് ഇങ്ങനെ പോവാണ് പുഴയ്ക്ക് ഒന്നുകൂടെ. അപ്പൊ ഈ ലൂസിന്റെ കയ്യിലുള്ള മാങ്ങ ബാക്കിൽ അണ്ണാൻ കടിച്ചതും ഫ്രണ്ടിൽ ലൂസ് കടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ ഇവിടെ കുറെ ചെടികളൊക്കെ കണ്ടപ്പോ ഗാർഡൻ ആണ്, ഉള്ളിൽ കയറ്റും എന്ന പ്രതീക്ഷയോടെ കയറുന്നു. രണ്ടാമത്തെ വട്ടം വീണ്ടും ഈ പുഴയ്ക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴേ നമ്മള് മീനൊക്കെ പിടിച്ചവിടെ ഇപ്പൊ മാട് വെള്ളം കുടിച്ചോണ്ടിരിക്കുക. ആണെങ്കിൽ പാൻറ്റൊക്കെ പൊക്കി അങ്ങനെ നടക്കണം. എനിക്കാണെങ്കിൽ എൻ്റെ ചെരുപ്പും എല്ലാം ഉണങ്ങി കിട്ടിയുള്ളൂ. ഇനിയും നനയ്ക്കാൻ വലിയ താല്പര്യമില്ല. ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തരാം. ഇനിയിപ്പോൾ അവിടെ പൂജ പരിപാടികളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങുകയാണ്. ഇനി കുറേ ദൂരം നടക്കാനുണ്ട്. ലൂസിനാണെങ്കിൽ ഇപ്പം തന്നെ നടന്ന് മതിയായില്ലേ ലൂസേ? അങ്ങനെ നമ്മളിപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമുക്കപ്പോൾ പ്രസാദവും കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. ഇനി ഫുഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫുള്ള് ഇരുട്ടായതുകൊണ്ട് നമ്മൾ ഫ്ലാഷ് ഒക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാം. എല്ലാം ഉണ്ട് പറഞ്ഞ അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായി ചിക്കനും മട്ടനും അതുപോലെ തന്നെ പാലക്കാട് മാത്രം കൂടുതൽ കണ്ടുവരുന്ന ഇറച്ചി ചോറ് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ നാട്ടിലും ഈ ഇറച്ചി ചോറ് കിട്ടുമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ദൈവത്തിനൊക്കെ കൊടുത്ത ഭക്ഷണം ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.